അങ്ങനെ നമ്മുടെ ആങ്കർ പൊക്കിയെടുക്കുന്ന ഒരു കാഴ്ചയുണ്ട് ഈ കാണുന്നത്. രാവിലെ നമ്മൾ വലിയിട്ടിട്ട് തിരിവ് കുറവായിരുന്നു. ഇപ്പം ചെറിയൊരു തിരിവ് എന്തോ വയർലെസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് ഓടാൻ പോയാണ്. വീഞ്ചുമ്മക്കുളത്തി നമ്മുടെ ബോട്ടിൻ്റെ നങ്കൂരം അല്ലെങ്കിൽ ആങ്കർ പൊക്കിയതേ തന്നെ ഉണ്ട്, പൊന്തി തന്നെ ഉണ്ട്, ആങ്കർ തന്നെ ഉണ്ട്. ഇനി ഇതിവിടെ സൈഡിൽ നമുക്ക് കെട്ടി വെക്കും. അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ പലരും ചോദിച്ച കാര്യമാണ് ഈ മൂട് വല അല്ലെങ്കിൽ ഈ പറഞ്ഞ കോടൻ്റെ എങ്ങനെയാണ് കെട്ടണതെന്നൊന്ന് കാണിച്ചു തരുമെന്നുള്ളത്. അപ്പോൾ അതെ, ഈ കാണുന്നതാണ് നമ്മുടെ കോടൻ്റെ അല്ലെങ്കിൽ മൂട് വല എന്ന് പറയും. പലർക്കും അറിയാൻ പറ്റും. ഇനി അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. അതായത് നമ്മുടെ വലയിൽ പിടിക്കണ എല്ലാ മീനുകളും വന്ന് നിൽക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കോടൻ്റിലായിരിക്കുള്ളൂ. ഈ കോടൻ്റ് പൊട്ടിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ചരക്ക് നേരെ ബോട്ടിലേക്ക് ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിരിക്കുള്ളൂ ഫുള്ള് മീനുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കെട്ടാണ് കാണുന്നത് കേട്ടോ. ശരിക്കും ഈ ഒരു കെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രിക്കാണ്. അതങ്ങനെ പെട്ടെന്നൊന്നും അഴിഞ്ഞു പോയുമില്ല. അഴിഞ്ഞതും ഉണ്ടായിട്ടാ പല സംഭവങ്ങളും. ഈ മീൻ പിടിച്ചിട്ട് കോടൻ്റെ അഴിഞ്ഞു പോയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും മര്യാദക്ക് നമ്മൾ കെട്ടാണ്ടൊക്കെ ആയി കഴിയുമ്പോൾ കോടൻ്റെ അഴിഞ്ഞു. അപ്പോൾ ആ ചരക്ക് മൊത്തം ആ ഒരു ഇതിൽ കൂടെ വലയിൽ കൂടെ കയറിയിട്ട് അപ്പുറത്തേക്ക് കൂടി ഈ കോടൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മിൽട്ടൺ ചേട്ടനാണ്ട് നമുക്ക് കോടൻ്റെ ഇട്ട് തന്നത്. പിന്നെ നേരെ നമ്മൾ വലിടാനായിട്ട് പോയാണ്. നേരെ ആദ്യം തന്നെ നമ്മുടെ കോടൻ്റെ അങ്ങോട്ട് ഇടും. കോടൻ്റെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മുടെ സെൻട്രൽ ലൈൻ, സെൻട്രൽ റോപ്പ് എന്നൊക്കെ പറയും, അത് നേരെ ഇടും. പിന്നെ നേരെ വല പോവും. വല പയ്യെ ബോട്ട് ഇങ്ങനെ നീങ്ങണനുസരിച്ച് പൊക്കോളൂട്ടാ. പിന്നെ നമ്മൾ ഇടുന്ന സാധനമാണ് പ്ലോട്ട് എന്ന് പറയും, അല്ലെങ്കിൽ ബോയാന്ന് പറയും. വല വിരിക്കാൻ അതുപോലെ തന്നെ ഈ വല ഇങ്ങനെ മുട്ടിയിലെന്നൊക്കെ പറഞ്ഞ് വരാനായിട്ടൊക്കെ ഈ പ്ലോട്ട് ഒരുപാട് സഹായിക്കും. അപ്പോൾ അത് ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ എക്സ്ട്രാ റോപ്പറൊക്കെ ഇടുന്ന കാഴ്ചയുണ്ട്. ഈ കാണുന്ന വീഞ്ചിൽ റോപ്പും കാര്യങ്ങളൊക്കെ പോകും. ആ ഒരു എക്സ്ട്രാ റോപ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ ആ ഒരു സി നേരെ എടുത്ത് നമ്മൾ മാറ്റും. സി മാറ്റിയിട്ട് പിന്നെ നേരെ കണക്ഷൻ കൊടുക്കണമെന്ന് വെച്ചാൽ ബോർഡിൽ ആ ഒരു കണക്ഷനാണ് കൊടുക്കുന്നത്. ബോർഡ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈ രണ്ട് സൈഡിലും ഉണ്ടാകും ബോർഡ്. അപ്പോൾ ഏകദേശം 200 കിലോ 150 കിലോ ഒക്കെ ഉണ്ടാകും ഒരു ബോർഡിൻ്റെ വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ ഒന്നുകൂടി നമ്മൾ ബോട്ടൊന്ന് ഓടിച്ച് വലനെ അങ്ങോട്ട് വിരിച്ചതിന് ശേഷം ബോർഡ് നമ്മൾ നേരെ കടലിലേക്ക് ഇറക്കി വിടുക. കണ്ട, പിന്നെ ഈ ബോട്ടിൽ സ്ട്രാങ്കാണ് അതൊക്കെ നോക്കണത്. കടലിൻ്റെ ആഴം എന്തോരോന്ന് നോക്കും. കടലിൻ്റെ ആഴത്തിനനുസരിച്ച് വല നമ്മൾ കീറിപ്പോവാത്ത രീതിയിൽ, അടിയിൽ മുട്ടാത്ത രീതിയിൽ. ചില വലകൾ മുട്ടി വന്ന വലകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഇടുന്ന വല അനുസരിച്ചാണത്. അപ്പോൾ ആ ഒരു വല എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ട്രാങ്ക് അനുസരിച്ചിട്ട് ഇത്ര ഭാഗം റോപ്പ് വിട്ടോളാൻ പറയും. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ പണിക്കാരി ഏട്ടന്മാർ ഇത്ര ഭാഗം റോപ്പ് നേരെ കടലിലേക്ക് വിടും. അങ്ങനെയാണ് നമ്മൾ നേരെ വലിടണേണ്ട. വലിയിട്ട് കഴിഞ്ഞാൽ വേറെ പണികളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഏകദേശം 1.5 മണിക്കൂർ 2 മണിക്കൂർ, അതായത് വലിയെടുക്കുന്ന സമയം വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാട്ടോ. അപ്പം അന്നേരം മെയിനായിട്ട് നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രാങ്കായിരിക്കുള്ളൂ ബോട്ട് ഓടിച്ചുകൊണ്ടാണ്. ഇപ്പോൾ ഈ വലയിടാൻ നേരത്ത് കടലിൻ്റെ അടിത്തട്ടിൽ നമുക്ക് പറയാൻ പറ്റില്ല എന്തൊക്കെയാണുള്ളത്. ചില സ്ഥലങ്ങളിൽ മലയുണ്ടാവും, ചില സ്ഥലങ്ങളിൽ കല്ലുകൾ, ഉടക്കുകൾ, അങ്ങനെ പലതും ഉണ്ടാവും. കല്ലുകളുടെയൊക്കെ മുകളിൽ മീനുകൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് മുട്ടിയില്ലെന്നൊക്കെ പറഞ്ഞ് ബോട്ട് കൊണ്ടുപോയി വല കീറാണ്ടൊക്കെ കൊണ്ടുപോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രാങ്ങിൻ്റെ ഒരു കഴിവ് തന്നെയുണ്ട്. അപ്പോൾ അതെ, വലയെടുക്കുന്ന സമയമായപ്പോഴും കുറേ അതിഥികൾ വന്നിരിക്കുന്നുണ്ട്, കടൽക്കാക്കകൾ. അപ്പോൾ ഇവന്മാർ എപ്പോൾ നോക്കിയാലും ഈ ഒരു കടലിൽ തന്നെ ഉണ്ടാവൂട്ടാ. അപ്പോൾ അതേ കാറ്റ് ചെറുതായിട്ട് കൂടുതലുണ്ട്, കണ്ട കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ നമ്മളെ വയർ റോപ്പ് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. വലയെടുക്കാൻ നേരത്ത് നമ്മൾ ഇറക്കി വിട്ട ആ ഒരു വയർ റോപ്പ് അതുപോലെ തന്നെ ഇങ്ങനെ ബീഞ്ചിൽ കയറി വരോട്ടോ മുകളിലേക്ക്. കണ്ട, വയർ റോപ്പ് കയറി വരുമ്പോഴേക്കും നമ്മുടെ ബോർഡ് വരും. ബോർഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ എക്സ്ട്രാ റോപ്പ് കാര്യങ്ങളെല്ലാം തിരിച്ചേറ്റും. നമ്മൾ ഇറക്കിയത് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് വല എടുക്കാൻ നേരത്തും ഈ പറഞ്ഞ തിരിച്ച് റിട്ടേൺ കയറണേട്ടാ. പിന്നെ നമ്മൾ വലയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈക്ക് വലിച്ചിങ്ങനെ എടുക്കണം. അപ്പോൾ അതേ ബോട്ട് റിവേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. ആ ഒരു കടൽ മൊത്തം ആ ഒരു പച്ച കളറായി കിടക്കുന്നുണ്ട്. അപ്പം അതേ ഇങ്ങനെ ഉള്ളിൽ വന്നിട്ട് വല പിടിക്കാൻ നേരത്തെ എല്ലാവരും നമ്മുടെ അമരത്തുണ്ടാവട്ടെ. അമരത്തുനിന്നാണ് നമ്മൾ വല പിടിക്കുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ വലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിച്ചെടുക്കാൻ നേരത്തെ അത്രയ്ക്ക് ടൈറ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ ചില സമയങ്ങളിൽ ബോട്ട് പണിക്കാരുടെ നിർദ്ദേശപ്രകാരം റിവേഴ്സ് വെച്ചും അതുപോലെ കാറ്റൊക്കെ ഉള്ള സമയത്ത് നമുക്ക് പിടിച്ചു കൊടുത്ത് കിട്ടില്ല ബോട്ട്. അപ്പോൾ കറങ്ങിപ്പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ചൊക്കെ അത് കഴിവോട് കൊണ്ടുപോകുന്ന സ്ട്രാങ്ങിൻ്റെ കഴിവുണ്ട്. അപ്പോൾ നമ്മുടെ വലയുടെ ആദ്യത്തെ ആ ഒരു കണ്ണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഒരു വലിപ്പം ഉണ്ടാവട്ടെ. ആദ്യത്തെ കണ്ണി ഏറ്റവും ആദ്യം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കണ്ണിയരികൾ തന്നെ. അതിനി ഇങ്ങോട്ട് പോകുന്തോറും നമ്മൾ ഉള്ളിലേക്ക് പോകുന്തോറും വലയുടെ ആ ഒരു സൈസ് അല്ലെങ്കിൽ ആ വീതി കുറഞ്ഞിങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇപ്പോൾ ഈ വലയുടെ കണ്ണിയുടെ വലിപ്പം കുറഞ്ഞു വന്നാണ് ഏറ്റവും അവസാനം നമ്മുടെ ആ ഒരു ചെറിയ കണ്ണിയുടെ വലിപ്പമുള്ള ആ ഒരു കോടനിലേക്ക് എത്തുന്നത്. അതിൽ നിന്ന് ഒട്ടുമിക്ക മീനുകൾ രക്ഷപ്പെട്ടു പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നടക്കണ കാര്യമൊന്നുമല്ല. കാരണം ഈ ഒരു വല വന്നത് കാണുമ്പോൾ തന്നെ മീനുകൾ നേരെ ഓടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്കാണ് ഓടുന്നത്. വലയുടെ അങ്ങോട്ടേ ഓടുള്ളൂ ഇവന്മാർ. കാരണം തിരിച്ചോടാനായിട്ട് പറ്റില്ല, നിങ്ങൾക്ക് തിരിച്ചോടാൻ പറ്റില്ല. അത്രയും സ്പീഡുള്ള മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ മാച്ചാൻ അതുപോലെ തന്നെ ഈ കുടുതയൊക്കെയാണ് അത്രയും സ്പീഡിൽ പോകണ മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ സ്പീഡ് പണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറയാൻ വേണ്ട, അതുങ്ങൾക്കും രക്ഷപ്പെടാനായിട്ടൊന്നും അങ്ങനെ പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞിട്ട് ദേവാലയുടെ ആ ഒരു കണ്ണിയുടെ വലിപ്പം കുറഞ്ഞു വന്നേനുണ്ട്. പിന്നെ അടുത്ത് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോടൻ്റെ അരികളും തന്നെ. ഇതിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുമീനുകളും അങ്ങനെ എല്ലാ മീനുകളും വിടുന്നേ. കണ്ട കോടൻ്റെ വലിപ്പം കണ്ട, അത്രയും ചെറുമീനുകൾ മാത്രമേ ആ ഒരു കോടൻ്റെ നിന്ന് അങ്ങനെ ഭാഗ്യം വെച്ചാൽ രക്ഷപ്പെട്ട് പോകുള്ളൂ, അല്ലാണ്ട് വേറൊരു മീനും പോകില്ല. കണ്ട കോടൻ്റെ വലിച്ചേറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നീ കാണണം. അപ്പോൾ അതെ, ചെറിയ രീതിയിൽ നമ്മുടെ ആ ഒരു ചരക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. തിരിയാനാണ്ട കൂടുതലും കിട്ടിയാണ്. അതായത് കപ്പിയിലെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചരക്ക്.
ബോട്ടിൽ 3 കപ്പികളാണുള്ളത്. സെൻട്രൽ കപ്പി, 2 സൈഡ് കപ്പി. ചരക്ക് കൂടുതലുള്ളപ്പോൾ ഈ ഒരു ഒറ്റ കപ്പിക്ക് പകരം ആ ഒരു 3 കപ്പി നമ്മൾ കൊടുക്കും. കാരണം അത്രയും ടണ്ണായിരിക്കുള്ളൂ ചിലപ്പോൾ കിട്ടുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സുനാമിയും കാര്യങ്ങളൊക്കെ ടക്കട്ടക്കട്ടക്കെ എന്നും പറഞ്ഞു കിടന്ന് കുലുങ്ങിക്കൊണ്ടൊക്കെ ഇരിക്കട്ടെ. അപ്പോൾ അതേ ആ ഒരു നേരത്തെ ആ ഒരു കോഡൻറ്റിൻ്റെ ലോക്ക് വലിച്ചു പൊട്ടിക്കുന്ന ഒരു കാഴ്ച നീ കാണുന്നത്. ഇങ്ങനെ വലിക്കാൻ നേരത്തെ പൊട്ടി നേരെ നമ്മുടെ ചരക്കും കാര്യങ്ങളൊക്കെ വീണേക്കണ വേണ്ടി കാണുന്നത്. അപ്പോൾ ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിയാനുണ്ട്. അതുപോലെ കുറേ ഞണ്ടുകൂട്ടന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നുണ്ട്. ശരിക്കും ഇത് നമ്മുടെ കുരിശ് ഞണ്ടാണ്. ശരിക്കും ഇതിൻ്റെ വലിപ്പം എന്ന് വെച്ചാൽ ഇതല്ല, അത്യാവശ്യം വലിപ്പം വെക്കും. ഇതിപ്പോൾ വളർന്നു വന്ന ഒരു ടൈമാണ്. ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴേക്കും ഇത് പൂർണ്ണ വളർച്ചയിലെത്തും. നല്ല ടേസ്റ്റുള്ള ഞണ്ടുണ്ട് നമ്മുടെ കുരിശ് ഞണ്ട്. അതുപോലെ ഈ ഒരു മീനെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാകും, നമ്മുടെ കിങ് ഫിഷ് എന്ന് പറയൂട്ടാ. അർക്കയെന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും. നിങ്ങളുടെ നാട്ടിൽ പറയണ പേരൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ കിട്ടിയ മീനുകളെല്ലാം ഇരുന്ന് ഓരോ ചേട്ടന്മാരായിട്ട് തിരിഞ്ഞ് ഓരോരോ ബോക്സിലേക്ക് ആക്കിയാണ്. ഉടുപ്പൂരി നമ്മുടെ ലെതർ ജാക്കറ്റ് ഫിഷ് എന്ന് ഇംഗ്ലീഷിൽ പറയൂട്ടാ. പല വീഡിയോസിനും കാണിച്ചിട്ടുള്ളതാണ്. ചെറുതാണ്, നമുക്ക് നേരെ തിരിച്ച് കടലിലേക്ക് തന്നെ കളഞ്ഞേക്കാട്ടാ, ആവശ്യമില്ല. നല്ല അടിപൊളി വയലറ്റ് കളറുള്ള ജെല്ലി ഫിഷാണ് ഈ കാണുന്നത്. നമ്മൾ പൊതുവേ പറയുന്നത് നീലച്ചൊറി എന്നാണ്. ശരിക്കും നല്ല കിഡിലിന് വയലറ്റ് കളറാണ്. ജെല്ലി ഫിഷിനെ കയ്യിലിട്ട് ഇങ്ങനെ കളിക്കാനായിട്ട് നല്ല രസമാണ്. ശരിക്കും ഇതുങ്ങൾ നമ്മുടെ ശരീരത്തിൽ കൊണ്ടെന്ന് പറഞ്ഞ് നമുക്ക് വലിയ ചൊറിച്ചിലും കാര്യങ്ങളൊന്നും വരൂലട്ടാ. അന്നും പറഞ്ഞ് എല്ലാത്തിനും എടുക്കാൻ നിൽക്കരുത്. മഞ്ഞച്ചൊറി എന്ന് പറയുന്ന സാധനമുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് ഭയങ്കര ഡേഞ്ചറാണത്. ഇതിനെ കളഞ്ഞേക്കാം. ഇത് നോക്കിയേ, നമ്മുടെ വലയിൽ കിട്ടിയ കുറച്ച് പെട്ടിഞ്ഞണ്ടുകളാണ് ഈ കാണുന്ന ഫ്ലെയിം സ്ട്രീക്കഡ് ബോക്സ് ക്രാബ് എന്ന് ഇംഗ്ലീഷിൽ പറയൂട്ടാ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും നമ്മുടെ കടലിൻ്റെ അടിയിൽ ഈ പറഞ്ഞ ചെളിയോടും മണ്ണിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഞണ്ടുകളാണ്. കഴിക്കാനായിട്ടൊന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ എന്തിനാണ് നമ്മൾ പിടിച്ചിരുന്നത് ചിന്തിക്കും. വലയിൽ ഉപയോഗമുള്ളതും ഉപയോഗശൂന്യമായ സാധനങ്ങളും കയറും. ആവശ്യമില്ലാത്തതിനെ നമ്മൾ നേരെ തിരിച്ച് കടലിലേക്ക് കളയോട്ടെ. ഓരോരുത്തന്മാരായിട്ട് നേരെ കടലിലേക്ക് ചാടിക്കളയുന്ന ഒരു കാഴ്ചയുണ്ട് ഈ കാണുന്നത്. അത് മാത്രമല്ല ഇതിനെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്, നല്ല ഡിസൈനൊക്കെയാണ്. ഇതിനെ കഴിക്കാനായിട്ടൊന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞണ്ടുകളി കണ്ടതിന് ഒരു പ്രത്യേകതയാണ്. അതിങ്ങനെ പിടിച്ച് കരയിലിടുമ്പോഴും വെള്ളത്തിൽ കൂടെ പോകുമ്പോഴൊക്കെ ഇങ്ങനെ ബബിൾസ് വിട്ടു പോകട്ടെ. അപ്പോൾ ഇതിൻ്റെ കാരണം അറിയണവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നേരെ നമുക്ക് ഇങ്ങനെ തിരിച്ച് കടലിലേക്ക് കളഞ്ഞേക്കാട്ടെ. ഇത് കണ്ട തിരിയണേൻ്റെ ഇടയിൽ കിട്ടിയാണ്ട നോക്കി. നമ്മുടെ കൂന്തലിൻ്റെ ഒരു ഇതിൽ തന്നെ വിട്ടാണ് ശിഖണ്ഡി കൂന്തൽ എന്ന് പറയൂട്ടെ. ആ സാധനമാണ് ഈ കാണുന്നത്. കണ്ട കൂന്തലിനേലും വ്യത്യാസമുള്ള ടേസ്റ്റും കുറവായിരിക്കുള്ളൂ ഈ സാധനത്തിന്. ശിഖണ്ഡി എന്ന് പറയും. അപ്പോൾ തിരിയലെല്ലാം കഴിഞ്ഞ സമയത്ത് നല്ല അടിപൊളി ഊളാവ് കറിയും അതുപോലെ ചോറും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ആ ഒരു കറിയുടെ കളർ കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ആ ഒരു ടേസ്റ്റിനെ പറ്റി ഞാൻ പിന്നെ പറയണ്ടല്ലോ കൂടുതൽ. അപ്പോൾ എന്ത് തന്നെയായാലും നമുക്ക് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാട്ടോ. അപ്പോൾ അതേ മിൽട്ടൺ ചേട്ടനൊക്കെ ഫുഡ് എടുത്തുകൊണ്ട് പോവുകയാണ്. കറി ഇപ്പോൾ എല്ലാവർക്കും എത്തിക്കഴിഞ്ഞാൽ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് അത് കഴിക്കാം. അതുപോലെ ചാറൊക്കെ ലാവിഷാണ്, നല്ല അടിപൊളി ഫുഡാണ് ബോട്ടിൽ. അപ്പോൾ അതേ ഞാനും കുറച്ച് ചാറും അതുപോലെ ഊളാവ് കറിയും എടുത്തിട്ട് നല്ലവണ്ണം അങ്ങോട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വലയിലൊക്കെ ഇരുന്ന് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. വലയുടെ മുകളിലൊക്കെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് എല്ലാവരും കൂടി ഞങ്ങിരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കേണ്ട. അപ്പോൾ അതേ സുബിയുടെ ഒരു അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മൾ പണിയിലേക്ക് കടക്കോട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പിടിച്ച മീനുകളെല്ലാം സ്റ്റോർ ചെയ്യണം, അതുപോലെ തന്നെ ഐസ് ചെയ്യണം. ആ ഒരു കാഴ്ചയൊക്കെ ഞാൻ നിങ്ങൾക്ക് സ്റ്റോർ റൂമിൽ ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് കാണിച്ചു തരാം. അതുപോലെ തന്നെ ബോട്ടിൻ്റെ ആ ഒരു എൻജിൻ സൈഡ് കാര്യങ്ങളെല്ലാം അറിയാനായിട്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ അതെല്ലാം ഞാൻ ഒന്ന് കാണിച്ചു തരാം. അത് മാത്രമല്ല നമ്മുടെ ഈ ഒരു വൈശാലിക്കുന്തലിൽ സ്റ്റോർ ചെയ്യാൻ നേരത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ചെറിയ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ അതും എല്ലാം കൂടിയായിട്ട് നമുക്ക് അടുത്തൊരു കിടിലം വീഡിയോ കാണാം. ഏവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുന്നു. എന്തെങ്കിലും തെറ്റുകളും പോരായ്മയുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. വീണ്ടും കിടിലം വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.